ചേർത്തലയിൽ 5 വയസ്സുകാരന് അമ്മയുടെയും വല്യമ്മയുടെയും ക്രൂരപീഡനമെന്ന് പരാതി. കുഞ്ഞിന്റെ മുഖത്തും കഴുത്തിലും മുറിവുണ്ട്. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കാശ് കുട്ടിയെ അവിടെ LKG പഠിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛനെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PTA ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർത്തല പോലീസിൽ പരാതി നൽകുകയും രണ്ടാനച്ഛനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് റിമാൻഡിൽ പോവുകയും സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുട്ടി ഒരു കടയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ രാഷ്ട്രീയമായി കുട്ടിയെ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടിയുടെ കവളത്തും അതേപോലെ കഴുത്തിനും മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മ സ്കെയിൽ കൊണ്ട് കവളിൽ അടിച്ചതാണെന്നും അതേപോലെ തന്നെ അമ്മയുടെ അമ്മുമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് പരിക്കേൽപ്പിച്ചതാണെന്നും പറയുകയുണ്ടായി. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിലെയും ചേർത്ത പോലീസിൽ നമ്മൾ അറിയിച്ചു. ഇപ്പോൾ നിരന്തരമായി ഈ കുട്ടി ഇങ്ങനെ വീട്ടിൽ ആക്രമിക്കപ്പെടുകയാണ്. രണ്ടാനച്ഛനെ ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയും അമ്മൂമ്മയും ചേർന്ന് ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ അശ്വിൻ? ഉന്മേഷ് സീത, എന്തായാലും ഈ പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അമ്മയുടെ അമ്മയ്ക്കും എതിരെയാണ് ചേർത്തല പോലീസ് കേസെടുത്തത്. നമ്മളിപ്പോൾ ഈ ബൈറ്റിൽ സംസാരിച്ചത് ഈ കുട്ടി UKGയിൽ പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡന്റാണ്. ഇന്നലെ ഈ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് ചായക്കടയിൽ എത്തിയപ്പോൾ അവിടെ പരിക്കുകളോടെ ഇരിക്കുന്ന കുട്ടിയെ കണ്ടെത്തുന്നത് കഴുത്തിലും ഒപ്പം മുഖത്തുമാണ് പാട്. മുഖത്ത് അമ്മ സ്കെയിൽ കൊണ്ട് അടിച്ചതാണ് എന്നാണ് പറയുന്നത്. ഒപ്പം കഴുത്തിനടിയിലുള്ള പാട് അമ്മയുടെ അമ്മ കഴുത്ത് ഞെരിച്ചപ്പോൾ അതിന് നഖം കൊണ്ടുണ്ടായ പരിക്കാണ് എന്നും പറയുന്നുണ്ട്. തുടർന്ന് കുട്ടിയുമായി വിശദമായി ദിനൂപ് സംസാരിച്ചു. അതിലാണ് കഴിഞ്ഞ കുറെ നാളുകളായുള്ള ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി. കുട്ടിയെ ഇന്നലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ, അതായത് അമ്മയുടെ രണ്ടാം ഭർത്താവ്, നിരന്തരമായി കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ PTA തന്നെ ഇടപെട്ട് ഈ കേസിൽ ഈ പരാതി കൊടുക്കുകയും ഈ രണ്ടാനച്ഛനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ റിമാൻഡിൽ കഴിയുകയും ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അമ്മയുടെയും വല്യമ്മയുടെയും കീഴിലാണ് ഈ കുട്ടിയുള്ളത്. രാവിലെ അമ്മ ലോട്ടറി കച്ചവടക്കാരിയാണ്. കച്ചവടത്തിന് പോകുമ്പോൾ സ്കൂളിന് സമീപമുള്ള ഒരു ചായക്കടയിൽ ഇരുത്തിയിട്ടാണ് പോവുക. അങ്ങനെയാണ് ഇന്നലെയും സമാന സംഭവം ഉണ്ടാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും നിലവിൽ ഇപ്പോൾ അമ്മയ്ക്കും വല്യമ്മയ്ക്കുമെതിരെ ചേർത്തല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ശിശുക്ഷേമ സമിതി അടക്കമുള്ള കൂടുതൽ ഇടപെടലുകൾ ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടിക്ക് ഏറെ നാളുകളായി മർദ്ദനമേൽക്കുന്നുണ്ട് എന്ന് കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് നടപടിയെടുക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഉന്മേഷ്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.